കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചു വന്ന വേദഭാഗത്തിൽ നിന്ന് തന്നെ അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ വീണ്ടും ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാനായിട്ട് ഇടയായിത്തീരട്ടെ. റോമാലേഖനത്തിലൂടെയുള്ള ഒരു വലിയ യാത്ര നാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 15 വരെയുള്ള 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കേട്ടു. അതിൽ നിന്നുള്ള ദൈവവചന ആലോചനകൾക്ക് നമ്മൾ പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഇന്ന് 15-ാമത്തെ വാക്യം മുതൽ 6-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോട് മുമ്പാകെ പങ്കുവെക്കുവാനും അപ്പോൾ തന്നെ ഒരു ദൈവിക പഠനത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ച് ചില കാര്യങ്ങൾ ഗ്രഹിപ്പാനായിട്ട് നമ്മളും വളരെ ശ്രദ്ധയോടെ ആയിരിക്കാം. ഇവിടെ പൗലോസിൻ്റെ ഭാഷയിൽ 2 പ്രധാനപ്പെട്ട ഇമേജറി അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ പൗലോസ് മുമ്പോട്ട് കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ദൈവവചന പഠനത്തിൽ നമ്മൾ കേട്ടത് പാപത്തിൻ്റെ മുന്നിൽ പാപം സംബന്ധമായി മരിച്ച പൗലോസിൻ്റെ വാക്കുകളെക്കുറിച്ച് കേട്ടു. എന്നാൽ ഇനിയും പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും പാപം സംബന്ധമായി മരിക്കാത്തൊരു വ്യക്തിയും ക്രിസ്തുവിൽ ജീവിക്കുന്ന വ്യക്തിയുടെയും ഒരു വലിയ അന്തരം, ഒരു കമ്പാരിസൺ ഇവിടെ നടത്തുകയാണ് പൗലോസ്. അതിന് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇമേജറി എന്ന് പറയുന്നത് ദാസൻ എന്നുള്ള പദമാണ്. മലയാളത്തിൽ ദാസൻ എന്നാണ് നമ്മൾ വായിക്കുന്നെങ്കിലും ഇംഗ്ലീഷ് അതിൻ്റെ ഭാഷയിൽ സ്ലൈവ് എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ലേവ്സ് ടു ദി റൈറ്റസ്നെസ്, നീതിക്ക് ദാസന്മാരാകുക എന്നുള്ളതാണ്. പുരാതന കാലത്ത് ഈ സ്ലേവ് അല്ലെങ്കിൽ അടിമ വ്യവസ്ഥ, സ്ലേവ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമായിരുന്നു. എന്നാൽ ഇന്നത്തെ പുരോഗമന ലോകത്തിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയുകയില്ല. സ്ലേവറി അല്ലെങ്കിൽ ദാസത്വം അല്ലെങ്കിൽ അടിമത്വം എന്ന് പറയുന്നത് പുരാതന റോമൻ ഭരണകാലത്ത് അത് വളരെ നീചവും അപ്പോൾ തന്നെ നിഷ്ഠൂരമായൊരു പ്രവൃത്തിയായിരുന്നു. അതൊരിക്കലും ഒരു മോഡേൺ മൈൻഡിന് അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക മനസ്സുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതായ നീചമായ ഒരു തരം താഴ്ത്തലും മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ തന്നെ നിസാരവൽക്കരിക്കുകയും തൻ്റെ ഡിഗ്നിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ സ്ലേവറി അല്ലെങ്കിൽ അടിമ വ്യവസ്ഥ എന്ന് പറയുന്നത്. പൗലോസ് ആ ഒരു ഭാഷ തന്നെയാണ് ഇവിടെ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്തുവിൽ രക്ഷാനിർണയം പ്രാപിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പൗലോസ് അതേ ലാംഗ്വേജ്, അതേ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നാം ഇന്നും ഒരു അടിമത്വത്തിൻ്റെ മണ്ഡലത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളതിനെ തെറ്റിദ്ധരിക്കരുത്. തീർച്ചയായിട്ടും നാം ദൈവത്തിന് മുമ്പാകെ ഒരു ദാസൻ എന്ന പോലെ, ഒരു സെർവൻറ്റിനെ പോലെ ദൈവം പറയുന്ന ആജ്ഞകൾ അതേപടി അനുസരിക്കാനായി നാം നമ്മെ തന്നെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും രക്ഷകനുമായി സ്വീകരിച്ച നാൾ മുതൽ നമ്മുടെ പഴയ യജമാനനായ സാത്താനെ വിട്ടിട്ട് നമ്മൾ പുതിയ യജമാനൻ്റെ കീഴിൽ അദ്ദേഹത്തിന് ആ യജമാനന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് വന്നിരിക്കുന്നത്. സോ വി ആർ റിഡീംഡ്, വി ഗോട്ട് ഫ്രീഡം. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു, നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു. എന്നാൽ അപ്പോൾ തന്നെ വി ആർ സ്റ്റിൽ എൻസ്ലേവ്ഡ് ടു എ ന്യൂ മാസ്റ്റർ. നമുക്കറിയാം പുരാതന കാലത്ത് ഈ അടിമ വ്യവസ്ഥ പഴയ നിയമ കാലഘട്ടത്തിലൊക്കെയുള്ള അടിമത്തത്തിൻ്റെ ഒരു പ്രമാണം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു ദാസന് വേണമെങ്കിൽ ഒരു കേവല അളവ് വരെയും ഒരു യജമാനൻ്റെ കീഴിൽ തനിക്ക് ജോലി ചെയ്യും. അതാണ് മോശയുടെ ന്യായപ്രമാണത്തിലൂടെ ഇസ്രായേൽ മക്കൾക്ക് നൽകിയിരിക്കുന്ന വ്യവസ്ഥ. അപ്പോൾ ഈ വ്യക്തിക്ക്, ഒരു അടിമയ്ക്ക് ഒരു യജമാനൻ്റെ കൂടെ ഒരു സർട്ടൻ പീരീഡ് തന്നോടൊപ്പം ഒരു ദാസനായിട്ട് ജീവിക്കാം. എന്നാൽ ഈ ജൂബിലി വർഷത്തിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, യൂബിലി വർഷത്തിൽ ഒരു പ്രമാണം, ഒരു നിയമമുണ്ട്. സകലരെയും, സകല ദാസന്മാരെയും എല്ലാം എന്ത് ചെയ്യണം? അവരെ വെറുതെ വിടണമെന്നുള്ളത് ഇസ്രായേൽ മക്കളുടെ ഒരു വ്യവസ്ഥയാണ്.
ആ സമയത്ത് സകല ദാസന്മാരെയും സകല ഇങ്ങനെയുള്ള വ്യക്തികളെയും അടിമകളെയും ഇസ്രായേൽ മക്കൾ അവരുടെ അടുത്ത് നിന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് വെറുതെ വിടണമെന്നത് മോശ അവർക്ക് കൊടുത്തിരിക്കുന്ന ന്യായപ്രമാണം. ആ സമയത്ത് ചില അടിമകൾ അവരുടെ യജമാനനെ വിട്ടിട്ട് അവർ സ്വതന്ത്രരായിട്ട് ജീവിക്കാനായിട്ട് പോകും. എന്നാൽ മറ്റു ചില അവസരങ്ങളിൽ ഈ യജമാനന്മാരെ വിടാതെ തന്നെ ഈ അടിമകൾ അവിടെ തന്നെ തുടരാൻ ആഗ്രഹിക്കും. കാരണം അടിമകൾ പറയും, ഞങ്ങളിപ്പോൾ ഈ യജമാനനെ വിട്ട് പോയിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, ഞങ്ങൾ വീണ്ടും അനാഥരെ പോലെ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും, അതിനേക്കാട്ടിൽ ഭേദം യജമാനൻ്റെ കൂടെ യജമാനനെ സേവിക്കുന്നതാണ് ഞങ്ങളുടെ പ്രിയം, ഞങ്ങൾക്കിഷ്ടം. അങ്ങനെ ഒരു ദാസൻ സ്വമനസാലെ യജമാനനോടൊപ്പം ചേരാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തനിക്ക് ലഭിക്കുന്ന പ്രിവിലേജ് ആയിരിക്കുന്നത് സ്വാതന്ത്ര്യത്തോടെ പോകാനായിട്ട് തനിക്ക് ലഭിക്കുന്നതായ ഒരു വലിയ ബെനിഫിറ്റ്, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പോകാൻ കഴിയുന്നതായ ആ സാഹചര്യത്തെ അവഗണിച്ചുകൊണ്ട് ഈ ദാസൻ യജമാനൻ്റെ കൂടെ ഇനിയുള്ള കാലഘട്ടം എൻ്റെ പ്രിവിലേജസ് ഒന്നും ഞാൻ എടുക്കാതെ അങ്ങയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് തൻ്റെ തീരുമാനം അറിയിക്കുമ്പോൾ ഈ യജമാനന് ഉറപ്പ് വേണം. കാരണം പിന്നെ ഈ അടിമ വാക്ക് മാറ്റി പറഞ്ഞാൽ അത് ശരിയാകുകയില്ല. പിന്നെ ഈ അടിമ എന്നെ ഈ യജമാനൻ വിട്ടില്ല എന്ന് വാക്ക് മാറ്റി പറഞ്ഞാൽ ഈ യജമാനന് നേരെ ന്യായപ്രമാണം അനുസരിച്ച് താൻ കുറ്റക്കാരനാകും, താൻ അതിന് ശിക്ഷ ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു അടയാളം എന്ന വണ്ണം, ഇന്ന് നമുക്കാണെങ്കിൽ മുദ്രപത്രത്തിൽ എഴുതി മേടിക്കാം, ബോണ്ട് പേപ്പറുണ്ട്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അന്ന് ഈ സംവിധാനമില്ല. അങ്ങനെ ഈ ദാസൻ്റെ തീരുമാനം ഉറപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കട്ടളക്കാളിന്മേൽ തൻ്റെ ചെവി വെച്ചിട്ട് ചെവികളെ തുളയ്ക്കും. അതാണ് സങ്കീർത്തനം 40 നമ്മൾ വായിക്കുന്നത്. ദാവീദ് പാടുമ്പോൾ ദാവീദ് പറയുകയാണ്, എൻ്റെ ചെവികളെ നീ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ദാസൻ എന്ത് ചെയ്യണം? ഈ യജമാനൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ ഒരു തീരുമാനം പറയുമ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയ, അതിനു വേണ്ടി ഒരു ശുശ്രൂഷയാണ്. തൻ്റെ ചെവി എന്ത് ചെയ്യും? കട്ടളക്കാളിലോട്ട് വെച്ചിട്ട് തൻ്റെ ചെവിയിൽ ഒരു കിഴുത്തയിടും, ഒരു തുളച്ച് കയറ്റും. അതെന്ന് പറഞ്ഞാൽ ഈ കിഴുത്ത ഒരു അടയാളമായി മാറി. കാരണം ഈ അടിമ ഹി ബിക്കം എ ബോണ്ട് സ്ലേവ്, അവൻ ഇനിയും ഒരിക്കലും തന്നിൽ നിന്ന് മാറിപ്പോകുകയില്ല, തന്നിൽ തന്നെ ആ യജമാൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്നുള്ള തീരുമാനമാണ് അതിലൂടെ അറിയിക്കുന്നത്. അങ്ങനെ ഈ ദാസൻ നിത്യമായി ഈ യജമാനൻ്റെ ഒപ്പം വാഴുകയാണ്, നിത്യമായി ഈ യജമാനൻ്റെ കൂടെ വസിക്കുകയാണ്, അതിൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്യുകയാണ്. എന്നതുപോലെ തന്നെ പൗലോസ് ഇവിടെ ആ പദം ഉപയോഗിക്കുമ്പോഴും ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. നിങ്ങൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് നിങ്ങളുടെ പഴയ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങൾ മോചനം പ്രാപിച്ചുവെങ്കിലും നിങ്ങളൊരു പുതിയ യജമാനൻ്റെ കീഴിൽ എന്ത് ചെയ്യുകയാണ്? വീണ്ടും നിങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. So Paul is trying to convey that you are still slaves, but to which master? To a new master. ഇന്ന് രാത്രികാലം നമ്മുടെ ചിന്തയും അത് തന്നെയാണ്. We are still slaves, but to which master? ഒരു പുതിയ യജമാനന് നമ്മൾ ദാസനായി തീരുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഈ വാക്യങ്ങൾ 6-ാമത്തെ അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ മുഴുവൻ അതാണ്. നാം യേശു കർത്താവിനെ നമ്മുടെ യജമാനനായി സ്വീകരിച്ച് നാം അവന് വേണ്ടി കീഴ്പ്പെട്ട് അവനെ ദൈവസന്നിധിയിൽ അവൻ്റെ മുമ്പാകെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവനായി തീരുകയാണ്. സ്ലേവ്സ് ബട്ട് ടു എ ന്യൂ മാസ്റ്റർ, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഇവിടെ പൗലോസ് 4 പ്രധാനപ്പെട്ട വിഷയം ഈ വാക്യങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്നു. ഒന്ന്, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന് അല്ലെങ്കിൽ യജമാനൻ്റെ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ യജമാനനായി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുന്നതായ വ്യക്തിക്ക് തൻ്റെ മുമ്പിൽ 2 ചോയ്സ് ആണുള്ളത്. സോ ഹിയർ കംസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ചോയ്സ് ദാറ്റ് ഹി ഹാസ് ടു മേക്ക്. തൻ്റെ മുന്നിൽ 2 ഓപ്ഷൻ നിലനിൽക്കുകയാണ്. ഒന്നെങ്കിൽ അവിടെ വായിക്കുന്നത് 15-ാമത്തെ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ നാം വായിക്കുന്നത് 16-ാമത്തെ വാക്യം സ്പെസിഫിക്കലി, നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകും എന്ന് അറിയുന്നില്ലയോ? ഒന്നെങ്കിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ.
അപ്പോൾ രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദനെ കുറിച്ച് പൗലോസ് പറയുന്നൊരു വാക്കാണ്, യു ഹാവ് ടു ചൂസ് ഐദർ വൺ. മേ ബി യു ക്യാൻ ചൂസ് ഓർ യു ക്യാൻ വാക്ക് ഇൻ റിബിലിയൻ വിത്ത് ഗോഡ്, ഓർ യു ക്യാൻ അവെയിൽ ദി റൈച്ചസ്നെസ് ത്രൂ ദി ലോഡ്. ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാരായി ഒരു റിബല്യനായിട്ട് നിങ്ങൾക്ക് പോകാം, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാരാകാം. സോ യു ക്യാൻ ഐദർ ബി എ റിബല്യസ് പേഴ്സൺ ഓർ എൻ ഒബീഡിയൻറ്റ് റൈച്ചസ് പേഴ്സൺ. ഈ രണ്ട് ഓപ്ഷനാണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളതെന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ദൈവം രണ്ട് ഓപ്ഷൻ തന്നിരിക്കുന്നത്, ഒന്ന്, നാം അനുസരണത്തിൻ്റെ ദാസന്മാരായി കർത്താവിനോടൊപ്പം ജീവിക്കുക, അല്ലെങ്കിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാരായി തീരുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഈ ദൈവകൃപയെ അവഗണിച്ചു പോയാൽ വി ആർ ടേക്കിംഗ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഫോർ ഗ്രാൻറ്റഡ്. ദൈവത്തിൻ്റെ ഹിതത്തിന് വെളിയിൽ ഒരുപക്ഷെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും, ഈ രാത്രികാലം നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ദൈവത്തിൻ്റെ ദാസന്മാരായി, അനുസരണത്തിൻ്റെ ദാസന്മാരായി, കർത്താവിൻ്റെ ദാസന്മാരായി, അനുസരണത്തിൻ്റെ ദാസന്മാരായി കർത്താവിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ബട്ട് ഇഫ് യു ആർ നോട്ട് ഈൽഡിങ് ടു ദാറ്റ് വിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ വീണ്ടും പാപത്തിന് വേണ്ടിയാണ് നമ്മുടെ മനസ്സ് അനുവദിക്കുന്നെങ്കിൽ, ഇഫ് യു ആർ നോട്ട് ഈൽഡിങ്, ഇഫ് അവർ ലൈഫ് ഈസ് നോട്ട് ഈൽഡിങ് ടു ഗോഡ്, ദാറ്റ് മേക്സ് വി ആർ അഗെയിൻ കണ്ടിന്യൂയിങ് ഇൻ അവർ സിൻഫുൾ ഡീഡ്സ്. നമ്മൾ വീണ്ടും പാപത്തിൽ തന്നെ തുടരുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടു, പാപത്തിൽ നിന്നൊക്കെ നമ്മൾ മോചിപ്പിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, ഇതൊക്കെ ശരിയാണ്. എങ്കിലും നമ്മളും ആ ദൈവകൃപയെ ഓരോ അവസരത്തിലും അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ വീണ്ടും പാപത്തിൻ്റെ ദാസന്മാരായി തീരുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, അതിനെ ചൊല്ലി നമുക്കൊരു മനസ്താപവും, നമുക്ക് ഇഫ് യു ഡോണ്ട് ഫീൽ സോറി അബൌട്ട് ഇറ്റ്, നമുക്കതിനെ ചൊല്ലി ഒരു പശ്ചാത്താപമോ, നമുക്കതിനെ ചൊല്ലി ഒരു വേദനയോ ഉണ്ടാകുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം വി ആർ സ്റ്റിൽ കണ്ടിന്യൂയിങ് ഇൻ ദ റിബല്യസ് നേച്ചർ ഓഫ് ദി സിൻ. പാപത്തിൻ്റെ അനുസരണമില്ലായ്മയുടെ, അല്ലെങ്കിൽ പാപത്തിൻ്റെ ദാസന്മാരായി ജീവിക്കുന്ന ഒരവസ്ഥയിൽ തുടരുകയാണ്. If we are not able to correct ourselves or to yield to the very power of God, ദൈവത്തിൻ്റെ ശക്തിക്ക് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, still we are in a rebellious mood. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ രണ്ട് ചോയ്സാണുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ രാത്രികാലവും ഈ ദൈവവചനം നമ്മളോട് സംസാരിക്കുമ്പോൾ, we have only two options. Either we can continue with our rebellious nature, or else we can continue towards the obedient to the word of God. അല്ലെങ്കിൽ അനുസരണത്തിൻ്റെ ദാസന്മാരായി, to be a obedient servant ആയിട്ട് നമുക്ക് തുടരാം. ഇന്ന് രാത്രികാലവും ദൈവവചനം കേൾക്കുമ്പോഴും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോഴും, ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴും, പാപം ചെയ്യുമ്പോൾ നമുക്കതിനോടൊരു വിഷമം നമുക്ക് തോന്നുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വരുമ്പോൾ നമുക്കതിനോട് മനസ്താപം തോന്നുന്നില്ലെങ്കിൽ, ദാറ്റ് ഈസ് എ സൈൻ ഓഫ് വി ആർ എൻസ്ലേവ്ഡ് ടു സിൻ. ഓർ എൽസ്, ഇഫ് യു ഫീൽ എ കൈൻഡ് ഓഫ് എ ഗിൽട്ട്, if you feel that I need to obey God's oracles and God's word, and I would like to obey the precepts of God, ദൈവത്തിൻ്റെ ആജ്ഞകൾ, ന്യായപ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കണമെന്ന് വചനത്തിൽ പറയുന്നത് എന്താണോ അത് പ്രകാരം ജീവിക്കണമെന്ന് നമ്മുടെ ഹൃദയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ദ ക്ലിയർ സൈൻ ഓഫ് വി ആർ ബീൻ സ്ലേവ്ഡ് ടു ഗോഡ്, അല്ലെങ്കിൽ സ്ലേവ് ടു ബി ആൻ ഒബീഡിയൻറ്റ് പേഴ്സൺ. സോ ദ ഫസ്റ്റ് thing that Paul is trying to convey is regarding our choice. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോഴും,
നമുക്ക് എടുക്കാൻ കഴിയുന്ന നല്ല തീരുമാനം, ഞാൻ അനുസരണത്തിൻ്റെ ദാസനായി, ടു ബി ഈൽഡ് ടു ദി വെരി പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തിക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടവനായി മാറുക. അപ്പോൾ തന്നെ ഈ ദാസന്റെ അടുത്തൊരു തലത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത്, there are some changes, അവനിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതാണ് 17-18 വാക്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്. ഇവിടെ പൗലോസ് സംസാരിക്കുമ്പോൾ Paul is bringing 3 important things before his readers or maybe to the Roman church. അവിടെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ, എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങൾ പഠിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. So Paul is trying to clearly mention the change that has been occurred to this slave. ഈ അടിമയ്ക്ക്, ഈ ദാസനുണ്ടായ മാറ്റത്തെക്കുറിച്ച് പൗലോസ് വ്യക്തമാക്കുകയാണ്. ഇത് വ്യക്തമാക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, വാട്ട് വാസ് ദേർ പ്രീവിയസ്ലി, മുൻപ് നിനക്കുണ്ടായിരുന്നത് എന്താണ്? പാസ്റ്റ് ഫെയിലിയറിനെ കുറിച്ച് പറയുന്നു. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും, ദോ യു വെയർ അണ്ടർ ദി പവർ ഓഫ് ദി സിൻ, പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നാമും പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ നാം ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും അരുതാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ വിശ്വസിച്ച് ദൈവനാമത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുന്ന ആ ദിവസത്തിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ there would be a drastic change happened in your life. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സമൂലമായ മാറ്റം സംഭവിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ വെറുക്കൂത്തിലൂടെ നടന്ന്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിലൂടെ ജീവിച്ച്, ലോകത്തിൻ്റെ ഇമ്പങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് ഒരു ദിവസം ദൈവം നിങ്ങളെ സന്ദർശിച്ച് തൊട്ടപ്പോൾ നിങ്ങളിലുണ്ടായ ആ പരിവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്നത്തെ തലമുറയിലൊന്നും നമുക്ക് ഈ തരത്തിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ അവരിൽ കാണുന്നില്ല. ബിക്കോസ് നമ്മുടെ ഇന്നത്തെ തലമുറയൊക്കെ ഒരു ആത്മീയ അല്ലെങ്കിൽ പെന്തക്കോസ്ത് അനുഭവത്തിലും ഭവനത്തിലുമൊക്കെ ജനിക്കുന്നത് കൊണ്ട് ദേ ഡോണ്ട് സീ ദിസ് ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു ട്രാൻസിഷൻ അവർക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ എല്ലാ ദൈവമക്കളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് there should be a time where you lived under the clutches of the sin. പാപത്തിൽ ജീവിച്ചൊരു കാലഘട്ടമുണ്ട്. അത് പെന്തക്കോസ് ഭവനത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും, അല്ലെങ്കിൽ പെന്തക്കോസ്തിൻ്റെ ഒരു 2-ാമത്തെയോ 3-ാമത്തെയോ 4-ാമത്തെ തലമുറയാണെങ്കിലും, വിശ്വാസ മാർഗത്തിൽ ജീവിച്ച ദൈവമക്കളുടെ മക്കളായി നാം ജനിച്ച് വളർന്നവരാണെങ്കിലും, there would be a time when we submitted ourselves, our life to the Lord. ദൈവത്തിൻ്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച ഒരു ദിവസമുണ്ട്. So that is the day that we have to reflect back the past failure. അതാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നു. You were the servants of sin. നിങ്ങൾ ഒരു കാലത്ത് പാപത്തിൻ്റെ അടിമകളായിരുന്നു, പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. എന്നാൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ചതുകൊണ്ട്, so there was a faith that made you into a new level. നിങ്ങളെ പുതിയ മനുഷ്യനാക്കി മാറ്റിയ ഒരു വിശ്വാസമുണ്ട്. മുൻപ് നിങ്ങളിൽ ഒരു വിശ്വാസത്തിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു. അത് ഈ അനുസരണത്തിൻ്റെ ദാസന്മാരായി തീരുന്ന അനുഭവമല്ല, മറിച്ച് പാപത്തിൻ്റെ ദാസന്മാരാക്കി നിങ്ങളെ മാറ്റിയിരുന്ന ഒരു അനുഭവമാണ് നിങ്ങൾക്കുണ്ടായിരുന്നത്. എന്നാൽ ദൈവത്തെ ഹൃദയംഗമായി സ്വീകരിച്ച് രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ you got a new life, you got a new realm, that is a transformed life. So you had a previous faith. From that, അതാണ് പറയുന്നത്, പാപത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്കൊരു മാറ്റമുണ്ടായി. So you should remember of your past failures or the past sin, and you should be also reminded of the previous faith and the faith that you are now engaged with.
മൂന്നാമത്തെ ഒരു കാര്യം പൗലോസ് അവിടെ ഓർപ്പിക്കുന്നത്, ദ കറണ്ട് പൊസിഷൻ ഓഫ് യുവർ ലൈഫ്, യുവർ ഫെയ്ത്ത്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് ഇപ്പോൾ നിങ്ങൾ നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നത് കൊണ്ട് യു ബിക്കം ദി സെർവൻസ് ഓഫ് റൈച്ചസ്നസ് ഓർ സ്ലേവ്സ് ഓഫ് റൈച്ചസ്നസ്. ഈ നീതിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നതിന് വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്താം. ഇവിടെ ഒറ്റ പദമാണ് പ്രധാനപ്പെട്ടത്, സ്വാതന്ത്ര്യം ലഭിച്ചു. ഇറ്റ് മീൻസ് എ കൈൻഡ് ഓഫ് എ റിഡംഷൻ, റിഡീമിങ്. വേദപുസ്തകത്തിൽ ഈ വാക്കുകൾക്ക് വളരെ വിശാലമായ അർത്ഥമുണ്ട്. ഈ റിഡംഷൻ എന്ന വാക്കിന് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഒന്ന് വായിക്കാമോ? റെവലേഷൻസ് ചാപ്റ്റർ 5 വേഴ്സ് 9. വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 5:9. And they sang a new song. You are worthy to take the scroll and to open its seals, because you were slain, and with your blood you purchased men. You purchased സകല സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതികളിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ദൈവം അടിമയായിരുന്ന, പാപത്തിന് അടിമയായിരുന്ന എന്നെ എന്ത് ചെയ്യുന്നു? ദൈവം വിലയ്ക്ക് ബൈങ് from the kind of a marketplace where we were under the bondage of sin. പാപത്തിൽ നിന്ന് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി അവൻ്റെ രക്തത്താൽ. അതിനെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. He has purchased us. എന്നാൽ വേദപുസ്തകത്തിൽ വെറ്റൊരു ആശയം നമ്മൾ കാണുന്നത് ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 5. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 5, 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 5 ഒന്ന് വായിച്ചാട്ട്. To redeem those under the law, that we might receive the full rights of sons. Yes, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. വിലയ്ക്ക് വാങ്ങി. ആ വിലയ്ക്ക് വാങ്ങുക എന്ന് പറയുന്നത്, ദിസ് particular verse indicates that you have been bought from a marketplace of God, and God removes from further sale. ഇനി ഒരിക്കലും നമ്മെ ആരും കച്ചവടം ചെയ്യാതെ, ഇനി ഒരിക്കലും നാം മറ്റൊരു സെയിലിന് വിധേയപ്പെടാതെ നമ്മെ മുഴുവനായി നമ്മെ വാങ്ങിയിരിക്കുന്നതിനെയാണ് ഗലാത്യ ലേഖനം 4:5 വായിക്കുന്നത്. അങ്ങനെ വിവിധയിടങ്ങളിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ റിഡംഷൻ ദാറ്റ് വി ഹാവ് റിസീവ്ഡ്, ദ റിഡംഷൻ ദാറ്റ് വി ഗോട്ട് ഈസ് എ ടോട്ടൽ കൈൻഡ് ഓഫ് എ പർച്ചേസ്. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങുന്ന അനുഭവമാണ്. സോ ദാറ്റ് ഈസ് എ ചേഞ്ച് ദാറ്റ് ഹാപ്പൻഡ് ഇൻ എ ലൈഫ് ഓഫ് എ സ്ലേവ് ഹു ഈസ് എ ബോണ്ട് സ്ലേവ് ഫോർ ക്രൈസ്റ്റ്. നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങി. ഇനിയും നമ്മുടെ മേൽ ഒരു വിൽപ്പനയില്ല. ഇനി നമ്മെ ദൈവത്തിൻ്റെ ദാസന്മാരായി തീർത്തിരിക്കുകയാണ്. ഇനി ആരും നമ്മുടെ മേൽ വിലപേശാനായിട്ടില്ല. വി ആർ ബീൻ റിഡീംഡ്, വി ആർ ബീൻ ഗോട്ട് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. ബട്ട് ദോ വി ആർ എൻസ്ലേവ് ടു എ ന്യൂ മാസ്റ്റർ. പലപ്പോഴും ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു വലിയ മഹത്വം എന്ന് പറയുന്നത്, ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയെങ്കിലും that freedom doesn't mean that we can live as we want to live. നമുക്ക് ജീവിക്കാൻ താല്പര്യമുള്ളതുപോലെ ജീവിക്കാം എന്നതിൻ്റെ അർത്ഥമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇനി അടുത്ത ദിവസം തൊട്ട് നമുക്ക് ട്രാഫിക്കൊക്കെ തെറ്റിച്ച് അല്ലെങ്കിൽ നിയമമൊന്നും ഇല്ലാതെ ജീവിക്കാം. അല്ല. There was a law established by the British government before 1947 August 15th, but after that India is bound to a new law, that is the Constitution of India. ഇന്ത്യയുടെ നിയമത്തിനനുസരിച്ച് വേണം ഇനി ഇന്ത്യയിലുള്ള ആളുകൾ സഞ്ചരിക്കാനും ജീവിക്കാനും. So freedom is not to lead or not give you a kind of a life that you can live as you want. എന്നാൽ സ്വാതന്ത്ര്യം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്
ദൈവത്തിൻ്റെ സനിൽ വീണ്ടും അവൻ്റെ മുമ്പാകെ സമർപ്പിക്കപ്പെടാനും, ടു yield ourselves as a slave to a new master. So that has been brought to a new transformed life. So there was a choice. Secondly, there was a change. മൂന്നാമത്തെ കാര്യം, Paul also indicate the challenges. 19ാമത്തെ വാക്യമാണ് അത് കൃത്യമായി നമ്മെ ഓർപ്പിക്കുന്നത്. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുവിൻ. ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നൊരു കാര്യം, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ ഒരു കമ്പാരിസൺ ചെയ്താണ് ആ ചലഞ്ച് പറയുന്നത്. അവിടെ പൗലോസ് ഓർപ്പിക്കുകയാണ്, യു ജസ്റ്റ് റിമെമ്പർ ദ ഡീഡ്സ് ആൻഡ് ദ ഡ്യൂട്ടീസ് ദാറ്റ് യു ഹാവ് ഡൺ when you are in a lost stage, when you are in a lost life. അത് ഓർത്തിട്ട് അതിനെ നേരെ തിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കണം. അത് പൗലോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അതായത് അധർമ്മത്തിലും പാപത്തിലും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഒരിക്കലും അയ്യോ തെറ്റാ ചെയ്തേന്ന് അവനൊരു ബോധ്യമില്ല, അല്ലേ? പാപം ചെയ്യുന്ന വ്യക്തിക്ക്, അല്ലെ പാപിയായ വ്യക്തിക്ക് താൻ ഒരു പാപം ചെയ്യുമ്പോൾ അയ്യോ ഇതൊരു പാപമാണല്ലോ എന്ന് തനിക്ക് തോന്നുന്നില്ല. ആൻഡ് എ സിന്നർ ഈസ് നോട്ട് അഷെയിംഡ് ടു ഡു എനി സിൻഫുൾ ആക്ട്. ഒരു പാപിക്ക് ഒരിക്കലും പാപം ചെയ്തത് തെറ്റാണെന്ന് തോന്നത്തില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ ഇടങ്ങളിലൊക്കെ വലിയ കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും അതുപോലുള്ള ദുഷ്ടപ്രവർത്തികളൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ വ്യക്തി, നമ്മൾ ഓർക്കും ഈ വ്യക്തിക്ക് എന്താ മനസ്സാക്ഷി ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കും. വി മേ തിങ്ക് ദാറ്റ് ഹൗ ക്രൂവൽ ഹ്യൂമൻ ബീയിങ്സ് ആർ ബിക്കമിങ്. മനുഷ്യരെത്ര നിഷ്ഠൂരന്മാരായി പോയോ എന്ന് നമ്മൾ ചിന്തിക്കും. ബിക്കോസ് ദേ ആർ നോട്ട് അഷെയിംഡ് ഓഫ് ഡൂയിങ് എനി കൈൻഡ് ഓഫ് സിൻഫുൾ ഡ്യൂട്ടീസ് ഓർ ഡീഡ്സ്, ബിക്കോസ് ദേ ആർ എൻസ്ലേവ്ഡ് ടു സിൻ. പാപത്തിന് അടിമകളായിരുന്നത് കൊണ്ട് they don't bother about what they are doing. അധർമ്മത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവർ വളരെ ഒന്നും ചിന്തിക്കുന്നില്ല. They are not ashamed. They are not worried. They are not feared. അവരൊരിക്കലും പേടിക്കുന്നില്ല, അവരൊരിക്കലും ഭയക്കുന്നില്ല, അവരൊരിക്കലും പിൻവാങ്ങുന്നില്ല. കാരണം എന്താണ്? അവർക്ക് പാപത്തിൽ തുടരുന്നത് കൊണ്ട് they don't feel that they are doing sin. എന്നാൽ പൗലോസ് അത് തന്നെ, ആ പോയിന്റ് തന്നെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. നിങ്ങൾ പാപികളായിരുന്നപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് അധർമ്മം പ്രവർത്തിക്കാൻ കഴിഞ്ഞത്, അധർമ്മത്തിനായി അശുദ്ധിക്കായും അധർമ്മത്തിനായും അടിമകളായി നിങ്ങൾ സമർപ്പിച്ചത് എന്നതുപോലെ നിങ്ങളുടെ യജമാനൻ മാറി. നിങ്ങളുടെ യജമാനൻ ഇപ്പോൾ പാപത്തിൻ്റെ യജമാനനല്ല, കർത്താവായ യേശുക്രിസ്തു ആയതുകൊണ്ട് നിങ്ങൾ നേരത്തെ ചെയ്ത ആ പാഷൻ ഉണ്ടല്ലോ, നേരത്തെ നിങ്ങൾക്ക് ഉണ്ടായ ഒരു തെറ്റുകൾ ചെയ്യാനും അല്ലെങ്കിൽ അതുപോലെ ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ നിങ്ങൾക്കുണ്ടായിരുന്നൊരു വ്യഗ്രതയുണ്ടല്ലോ, ആ വ്യഗ്രത, ആ തീവ്രത, ആ പാഷൻ നിങ്ങൾ ഇങ്ങോട്ട് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പാപം ചെയ്യാൻ ഉത്സാഹികളായിരുന്നെങ്കിൽ ഇപ്പോൾ നീതിക്ക് ദാസന്മാരായി നീതിക്ക് അടിമകളായി സമർപ്പിക്കപ്പെടുമ്പോൾ ആ പാഷൻ ഇവിടെ കാണിക്കണം. വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ ആ പാഷൻ കാണിക്കണം. നിങ്ങൾ ലോകപ്രകാരം ജീവിച്ചപ്പോൾ ലോകത്തിൻ്റെ ഇമ്പത്തിന് വേണ്ടി നിങ്ങൾ എത്രമാത്രം കൊതിച്ചോ, ലോകപ്രകാരം നിങ്ങൾ ജീവിക്കാൻ എത്രമാത്രം നിങ്ങൾ ആഗ്രഹിച്ചോ, ലോകത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ നിങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെട്ടോ, ഈ ലോകത്തിൻ്റെ അനുഭവങ്ങൾ ആസ്വദിക്കാൻ നിങ്ങൾ എത്രമാത്രം ആഗ്രഹിച്ചോ എന്നതുപോലെ ഇനിയും വിശുദ്ധിക്ക് അടിമകളാകുമ്പോൾ ദ സെയിം കൈൻഡ് ഓഫ് ഇൻറ്റൻസിറ്റി ഷുഡ് ബി ഷോൺ ടു പെർഫോം ഫോർ ദി ഗോഡ്സ് കിങ്ഡം. അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി
ദൈവത്തിൻ്റെ ദാസന്മാരായി തീരുമ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ തീവ്രതയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരോട് നിങ്ങളുടെ പഴയ കാര്യം ഓർക്കാൻ പൗലോസ് പറഞ്ഞത്, റീസൺ ദേ ആർ ബീൻ റിമൈൻഡഡ് ഓഫ് ദെയർ പാസ്റ്റ് ഈസ് സോ ദാറ്റ് ദേ ക്യാൻ സീ ഹൗ ദേ ഹാവ് ടു ലീവ് ഇൻ ദിസ് പ്രസൻറ്റ്. അവർക്ക് മനസ്സിലായി, എടാ പണ്ട് ഞങ്ങൾ കള്ളു കുടിക്കാനും സിനിമ കാണാനും അതുപോലെ തന്നെ പിടിച്ചു പറിക്കും, അതുപോലെ തന്നെ പല കാര്യത്തിലും ഉത്സാഹിച്ചത് പോയതുപോലെ അതേ ഉത്സാഹി ഇന്ന് യോഗത്തിന് പോകാനും ബൈബിള് വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അതേ തീവ്രത എന്ത് ചെയ്യണം? കാണിക്കണം എന്നതാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. അന്ന് നമുക്ക് പ്രൈസ് ദി ലോർഡ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, ഒരു പാപത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകാനായിട്ട് നമുക്കുണ്ടായിരുന്ന ആവേശമുണ്ടായിരുന്നല്ലോ. ആ ആവേശം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ദൈവ വിഷയത്തിലും അതേപോലെ കാണിക്കണം. എങ്കിൽ മാത്രമേ you are visibly signifying the transformation happened in your life. അപ്പോൾ നേരത്തെ ജീവിതത്തിൽ അങ്ങനെ പല കാര്യം ആവേശത്തിൽ ചെയ്തു, എന്നാൽ വിശ്വാസികളായപ്പോൾ തണുത്ത് യോഗത്തിന് പോയ അവസരം ഉണ്ടേ പോകാം, അല്ലെങ്കിൽ ബൈബിള് സമയം ഉണ്ടേ വായിക്കാം, പ്രാർത്ഥിച്ചില്ലെങ്കിലും കാര്യമില്ല, എങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി. സോ that passion, that impulse is not creating in your life. That means you are not enslaved to a new master. You are still enslaved to the old master of sin. പാപത്തിൻ്റെ ദാസന്മാരായി നിങ്ങൾ തുടരുകയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലം ഒരു പ്രബോധനം എന്ന നിലയിൽ ഈ ഭാഗത്തുനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച്, നമ്മൾ ആ ചേഞ്ചിന് വേണ്ടിയുള്ള പാഷൻ നമ്മുടെ ഉള്ളിൽ വന്നില്ലെങ്കിൽ, ചേഞ്ചിന് വേണ്ടിയുള്ള ആ വ്യഗ്രത നമ്മുടെ ഉള്ളിൽ വന്നില്ലെങ്കിൽ, സ്റ്റിൽ വി ആർ നോട്ട് ഫോളോയിങ് ദ റൈറ്റ് മാസ്റ്റർ. നാം ശരിയായ യജമാനന് അടിമയായി ഇരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. Praise the Lord. Still we are been suffering with various other sinful actions. നമ്മൾ വീണ്ടും പഴയ പാപത്തിൻ്റെ അനുഭവത്തിൽ ഭാരപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാപത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുകയാണെങ്കിൽ, പാപത്തിൻ്റെ അനുഭവങ്ങൾ വീണ്ടും നമ്മെ വേട്ടയാടുകയാണെങ്കിൽ, പാപത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബിഹേവിയേഴ്സ് നമ്മളിൽ വീണ്ടും വീണ്ടും വെളിപ്പെടുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് വി ആർ നോട്ട് ട്രാൻസ്ഫോംഡ് ടു എ ന്യൂ മാസ്റ്റർ. നമ്മൾ പുതിയ ഒരു യജമാനൻ്റെ അടിമത്തത്തിലേക്ക് എന്ത് ചെയ്തില്ല? വന്നിട്ടില്ല. അല്ലെങ്കിൽ നീതിക്ക് ദാസന്മാരായി തീർന്നിട്ടില്ല. നീതിക്ക് ദാസന്മാരായി മാറണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? പാപത്തിൽ ജീവിച്ചപ്പോൾ പാപം ചെയ്യുന്നതിനെക്കുറിച്ച് തനിക്ക് ലജ്ജയുണ്ടായിരുന്നില്ല. പാപം പ്രവർത്തിക്കുന്നത് കൊണ്ട് അയ്യോ പാപമാണല്ലോ ചെയ്യുന്നതെന്നുള്ള ഒരു ഭയം തനിക്കുണ്ടായിരുന്നില്ല. ആദിമ സഭയിലുള്ള വിശ്വാസികളെ തെരുവുകളിലൂടെ വലിച്ചിഴച്ചും അവരെ ഉപദ്രവിച്ചും കൊല്ലാനുമൊക്കെ ശുഷ്കാന്തി കാണിച്ച പൗലോസിനറിയാം, വാട്ട് ഐ ആം ഡൂയിങ്, ഐ ആം വെരി പാഷനേറ്റ് ടു ഡു ദാറ്റ്. പാപം ചെയ്യുമ്പോൾ അതിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനായിരുന്നു, ഒരു വലിയ പാഷനേറ്റഡ് ആയിരുന്നു പൗലോസ്. എന്നാൽ ആ പൗലോസ് പറയുകയാണ്, എനിക്കൊരിക്കൽ പ്രൈസ് ദി ലോർഡ് എന്നിലൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നു. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ഞാൻ ഒരാളെ കണ്ടു. ഐ ഹാവ് ബീൻ ട്രാൻസ്ഫോംഡ്, ബട്ട് മൈ ട്രാൻസ്ഫോംഡ് ലൈഫ് ഈസ് എഗെയിൻ yielding ടു എ ന്യൂ മാസ്റ്റർ. എങ്ങനെയാണോ പഴയ പാപത്തിൻ്റെ മാസ്റ്ററിൻ്റെ മുന്നിൽ ഞാൻ ജീവിച്ചത്, അതിൻ്റെ അതേ തീവ്രതയിൽ ഞാൻ പുതിയ മാസ്റ്ററിനെ സേവിക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നെയും പൗലോസ് പറയുന്നത്, ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദി ഗോസ്പൽ. പ്രൈസ് ദി ലോർഡ്. നേരത്തെയും പാപം ചെയ്യുന്നതിൽ ഞാൻ അഷെയിംഡ് അല്ലായിരുന്നു, ഞാൻ ലജ്ജിച്ചിരുന്നില്ല. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കുമ്പോഴും എനിക്കൊരു ലജ്ജയുണ്ടായിരുന്നില്ല. ഇത് ചെയ്യുന്നതിനെക്കുറിച്ച് ഐ ആം നോട്ട് ബോതേർഡ്. എന്നാൽ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോഴും ഐ ആം സ്റ്റിൽ ഓൺ ദ സെയിം പാഷൻ. ഞാൻ അതിനു വേണ്ടി ലജ്ജിക്കുന്നേ ഇല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതാനുഭവത്തിൽ പലതും നമ്മുടെ പാഷനായിരുന്നേക്കാം, പലതും നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നേക്കാം. എന്നാൽ പുതിയ ജീവിതത്തിലേക്ക് വരുമ്പോൾ വി ഹാവ് ദ സെയിം പാഷൻ ടു ഡു ദ ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ ആത്മീയ തലത്തിലേക്ക് വന്നപ്പോൾ ആത്മാവിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പാഷൻ ഉണ്ടോ? സോ ദാറ്റ് ഈസ് എ ചലഞ്ച് Paul is bringing
ടു ഹിസ് റീഡേഴ്സ്, തൻ്റെ വായനക്കാർക്ക്, തൻ്റെ കേൾവിക്കാർക്ക്, സഭയിലേക്ക്, റോമാ സഭയിലേക്കും ദൈവാത്മാവിൽ അത് നമ്മളോടും സംസാരിക്കുന്നതും അത് തന്നെയാണ്. So there is a challenge to serve the new master in the same pace and the same way that we were passionate to do the sins. പാപം ചെയ്യാൻ കാണിച്ച അതേ ഉത്സാഹം, പാപം ചെയ്യാൻ ഇനി ഉത്സാഹിക്കേണ്ട, ആ ഉത്സാഹം ഇനി എന്തിനു വേണം? ആത്മീയതലത്തിൽ ആത്മാവിൽ ജീവിക്കാനായിട്ട് ആ ഉത്സാഹം കാണിക്കണം. ദൈവവചനം തന്നെ അതാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീന നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായും അശുദ്ധിക്കായും അധർമ്മത്തിന് അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുവിൻ. So that is a challenge that Paul is bringing to the church as well as tonight to us also. നാലാമത്തെ കാര്യം ഈ വേദഭാഗത്തിൽ സംസാരിക്കുന്നത് a kind of a compensation that as a slave he is going to get. അതിൻ്റെ 20 മുതൽ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന് ലഭിക്കുന്ന കോമ്പൻസേഷൻ. പ്രൈസ് ദി ലോർഡ്. 20ാമത്തെ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ we could see two things. ഈ കോമ്പൻസേഷൻ, the first thing is the life of a sin and the life of a salvation. പ്രൈസ് ദി ലോർഡ്. പാപത്തിൻ്റെ ജീവിതവും രക്ഷിക്കപ്പെട്ടവൻ്റെ ജീവിതവും തമ്മിലുള്ള കോമ്പൻസേഷനാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം മുതലേ പോൾ ഈസ് ഗിവിങ് എ കമ്പാരിസൺ ഓഫ് എ ലൈഫ് ഇൻ സിൻ ആൻഡ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്. അവിടെ എങ്ങനെയൊക്കെയാണോ ദ ലൈഫ് ഇൻ സിൻ ഹാസ് maybe in the initial time itself there are two choices. Either you can continue with the life in sin or else you can move into a life of transformation. In other sense, നമ്മൾ പറഞ്ഞത് praise the Lord, നിങ്ങൾ ഒന്നെങ്കിൽ പാപത്തിൻ്റെ ദാസന്മാരായി അല്ലെങ്കിൽ നീതിക്ക് ദാസന്മാരായി. അടുത്തത് അതിൻ്റെ മാറ്റം എങ്ങനെയാണ് എന്നത് താൻ പറഞ്ഞു, ചലഞ്ച് പറഞ്ഞു. ഇനി അതിൻ്റെ കോമ്പൻസേഷൻ, ഇഫ് യു ലീവ് എ ലൈഫ് ഓഫ് സിൻ, അവിടെ 20ാമത്തെ വാക്യം വായിക്കുന്നത്, നിങ്ങൾ പാപത്തിന് ദാസന്മാരായി തീർന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നില്ലല്ലോ. നിങ്ങൾ അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ. 20ാമത്തെ വാക്യം വളരെ കൃത്യമായി ഓർപ്പിക്കുന്നത്, യു ഹാഡ് എ വിക്കറ്റ് ലൈഫ്. കാരണം നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യവുമില്ലായിരുന്നു. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായി ഇരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ധാരണവുമില്ലായിരുന്നു. നീതിയെ സംബന്ധിച്ച് നിങ്ങൾ യു വെർ സ്ലേവ്ഡ്. നിങ്ങൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നില്ല. അപ്പോൾ പാപത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ വി ലീഡ് എ വിക്കറ്റ് ലൈഫ്. 21ാമത്തെ വാക്യം, നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു. വാട്ട് ഈസ് the kind of thing that you attained while living in a sinful life? Waste. അവിടെ പറയുകയാണ്, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് 21ാമത്തെ വാക്യം, നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. യു വേസ്റ്റഡ് യുവർ ലൈഫ് ഇൻ സിൻ. പാപത്തിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു. പാപത്തിൽ നിങ്ങൾ ഒരിക്കലും രക്ഷ പ്രാപിക്കാനായിട്ട് കഴിഞ്ഞില്ല. പാപം നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞു. യു വേസ്റ്റഡ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾക്ക് യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല 23ാമത്തെ വാക്യം കൂടി ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ ആ ഭാഗം നമുക്ക് മനസ്സിലാകും. ദ കോമ്പൻസേഷൻ ഗോട്ട് ഫോർ ദ വൺ ഹൂ ലിവ്ഡ് എ ലൈഫ് ഓഫ് സിൻ. പാപത്തിന് ഒരു ശമ്പളവും കിട്ടി. അതെന്തായിരുന്നു? മരണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ നരകമെന്ന് പറയുന്നതും
അല്ലെങ്കിൽ നിത്യനരകമെന്ന് പറയുന്നത്, ഇവിടെ മരണമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ സ്വാഭാവിക മരണത്തെക്കുറിച്ചല്ല പറയുന്നത്. പാപത്തിൻ്റെ ശമ്പളം നിത്യ മരണം, നിത്യനരകം എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് എ ഫിസിക്കൽ ഡെത്ത്. സാധാരണ മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇറ്റ് ഈസ് ഷോയിങ് അബൌട്ട് ദി എറ്റേണൽ ഡെത്ത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ദൈവം ഇങ്ങനെ നോക്കി നിൽക്കുക ആരെങ്കിലും ഒന്ന് പണിഷ് ചെയ്യണമെന്ന്. കാരണം നിങ്ങൾ തെറ്റിപ്പോയെങ്കിൽ നിങ്ങളെ ഇപ്പം തന്നെ പണിഷ് ചെയ്യണം. നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളെ കെട്ടി പണിഷ് ചെയ്യാൻ ഇല്ല. ചോദിച്ചു വാങ്ങിയതാ. മനുഷ്യൻ പാപം ചെയ്ത് അവൻ്റെ ശമ്പളം അവൻ ചോദിച്ചു വാങ്ങിയതാ. ദൈവം ഒരിക്കലും മനുഷ്യനെ പാപത്തിൻ്റെ അനുഭവത്തിൽ ജീവിച്ച് അവനെ ഒരു നിത്യനരകത്തിലേക്കോ നിത്യമരണത്തിലേക്കോ വിടാനായിട്ട് ദൈവം ആഗ്രഹിച്ചിട്ടില്ല. എന്നാൽ പാപത്തിൻ്റെ പരിണതഫലമായി അവൻ ചെയ്ത പ്രവർത്തിക്ക് അവൻ തന്നെ മേടിച്ച് കൂട്ടിയതാണ് ഏത്? മരണം. സോ പാപത്തിൻ്റെ പണിഷ്മെൻ്റ് അല്ലായിരുന്നു മരണം. പാപത്തിന് ലഭിച്ച അവൻ ചെയ്ത പ്രവർത്തിക്ക് അവന് കിട്ടിയ കൂലിയാണ്. പാപത്തിൻ നിമിത്തമായി അവൻ ചെയ്ത അവൻ്റെ പ്രവർത്തിക്ക് അവൻ ചോദിച്ചു വാങ്ങിയതാണ്. നമ്മൾ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുമ്പം നമുക്ക് മാസാവസാനം നമുക്കൊരു ശമ്പളം തരുന്നത് നമുക്ക് വെറുതെ തന്നതല്ല, അല്ലേ? നമുക്ക് വെറുതെ കിട്ടിയതല്ല. നമ്മൾ ആ ഒരു കമ്പനിക്ക് വേണ്ടി ഒരു മാസം കഠിനാധ്വാനം ചെയ്തല്ല, ഒരു ആശുപത്രിക്കോ അല്ലെങ്കിൽ കമ്പനിക്കോ വേണ്ടി നമ്മൾ ജോലി ചെയ്തതിന് നമുക്ക് ചെയ്തതിൻ്റെ കൂലിയാണ് തരുന്നത്. നമുക്ക് ഗിഫ്റ്റ് അല്ല തരുന്നത്. നമുക്ക് കിട്ടുന്നത് അവിടെ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് തരുന്നത്. ആ ചെയ്തതിൻ്റെ ഒരു കോമ്പൻസേഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മനുഷ്യന് പാപത്തിൻ്റെ പരിണതഫലമായുള്ള മരണം ദൈവം വെച്ചിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് മിയർലി എ പണിഷ്മെൻറ്റ്, ബട്ട് ഇറ്റ് ഈസ് എ വേജസ് ദാറ്റ് പീപ്പിൾ ആർ ആസ്കിങ് ടു ദി ലോഡ്. ഞങ്ങളുടെ പ്രവൃത്തിക്കുള്ളത് ഇങ്ങ് തന്നേര്. ഇന്ന് നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ശമ്പളമാണ് നിങ്ങളുടെ നിത്യമരണം. സോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ദ വേജസ് ഓർ ഇറ്റ് ഈസ് എ wretched ലൈഫ് ദാറ്റ് നമ്മൾ തന്നെ നമ്മുടെ പാപത്തിൻ്റെ അനുഭവത്തിനുള്ള ശമ്പളം മേടിക്കുകയാണ്. സോ പൗലോസ് ഓർപ്പിക്കുകയാണ്, ദ വൺ ഹൂ ഈസ് ലെറ്റ് ദെയർ ലൈഫ് ഇൻ സിൻ, അവൻ്റെ ജീവിതം it become a wicked life, it will become a wasted life, and it become a wretched life. അത് തീർത്തും ഒരു അധർമ്മ ജീവിതവും ഫലമില്ലാത്ത ജീവിതവും അതോടൊപ്പം തന്നെ നിത്യമരണത്തിലേക്ക് പോകുന്ന ഒരു wretched life. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ ലൈഫ് ഓഫ് സാൽവേഷനെ കുറിച്ച് പൗലോസ് പറയുകയാണ് അവസാനമായി. ഈ കാരണത്താൽ തന്നെ നിത്യ നീതിക്ക് ദാസന്മാരായി തീർന്നവർക്കുള്ള അനുഭവം, അല്ലെങ്കിൽ നീതിക്ക് ദാസന്മാരായി തീർന്നവർക്കുള്ള അനുഭവം, അവരുടെ കോമ്പൻസേഷനെ കുറിച്ച് പൗലോസ് വളരെ വ്യക്തമായി 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്താണ്? വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ the life which is dealt with the life of righteousness, നീതിക്ക് ദാസന്മാരായിരുന്നവർക്ക് കിട്ടുന്നത് എന്താണ്? Praise the Lord. It has a purpose. It is a life with purpose. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്താണ്? വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഹാസ് എ പർപ്പസ്. നമുക്ക് ഈ ലോകത്തിൽ നീതിക്ക് ദാസന്മാരായി ജീവിക്കുമ്പോൾ ദൈവം നമുക്കൊരു വലിയ പർപ്പസ് ഒരുക്കിയിട്ടുണ്ട്. അതെന്താണ്? നല്ല വിശുദ്ധീകരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധീകരണമാണ്. ദൈവം ഒരു ലൈഫ് ലെഡ് വിത്ത് റൈച്ചസ്നെസ്, നീതിക്ക് ദാസന്മാരായി തീർന്നവർക്ക് ലഭിക്കുന്ന കോമ്പൻസേഷൻ അവനെ വിശുദ്ധനെന്നാണ്.
He will be called righteousness. അതിനു വേണ്ടിയാണ് for that we are yielding to. ഈ ലോകത്തിൽ നമ്മൾ നീതിക്ക് ദാസന്മാരായി നിൽക്കുമ്പോൾ നമുക്ക് പാപത്തിൻ്റെ അനുഭവത്തിലുള്ള വേജസ് അല്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. ഈ ലോകത്തിൽ നീതിക്ക് ദാസന്മാരായി തീരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കോമ്പൻസേഷനാണ് പ്രൈസ് ദി ലോർഡ്, വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. ഓരോ ദിവസവും നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഓരോ ദിവസവും നമ്മെ വിശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, are we sanctifying our life in a daily basis? That is the real sense of the life of salvation. രക്ഷിക്കപ്പെട്ടവൻ്റെ ജീവിതമാണ് അത് വിളിച്ചറിയിക്കുന്നത്. ഓരോ ദിവസവും ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അരുതാത്ത ചിന്തകൾ, അരുതാത്ത മനോഭാവങ്ങൾ, അരുതാത്തതായ ബിഹേവിയേഴ്സ്, അരുതാത്തതായ ജീവിത അനുഭവങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഇതിനെല്ലാം മാറ്റുന്നതിനെയാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. A sanctified life means a pure life, ഷോയിങ് എ പ്യൂരിറ്റി ഇൻ ദ ലൈഫ്. ജീവിതത്തിൽ എപ്പോഴും വിശുദ്ധി പ്രകടമാക്കുന്ന ജീവിതം. ഒരാൾ പോലും ഒരു വ്യക്തിയെക്കുറിച്ച് മോശമായി പറയാൻ ഇടവരാത്ത നിലയിൽ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശുദ്ധിയെ പരിപാലിക്കേണ്ടതായ ഒരു പ്രാക്ടിക്കൽ കാര്യം എന്ന് പറയുന്നത്, എന്നെക്കുറിച്ച് ആളുകൾ മോശം പറയാൻ പാടില്ല, എന്നെക്കുറിച്ച് ആളുകൾ തെറ്റായി ചിന്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആത്മീയ കാഴ്ചപ്പാടിൽ, ആത്മീയ തലത്തിൽ മറ്റെന്തെങ്കിലും നിലയിൽ ആയിക്കോട്ടെ, നമുക്കതിനൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ആത്മീയൻ്റെ നിലയിൽ എന്നെ ഒരിക്കലും തരം താഴ്ത്താനായിട്ട് ഞാൻ അനുവദിക്കാൻ പാടില്ല. കാരണം എന്താണ്? എൻ്റെ ജീവിതത്തിലെ വിശുദ്ധി അതിനൊരു കാരണമായി തീരണം. എന്നാൽ ആത്മീയമായി നമ്മളെ ഒരാൾ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, കണ്ടില്ലേ അവൻ്റെ ആത്മീയ ജീവിതം കണ്ടില്ലേ, ഒരു ആത്മീയനാണോ അവൻ്റെ ജീവിതം ഇങ്ങനെയാണോ പോകുന്നത്, ഒരു ആത്മീയനെ കണ്ടില്ലേ അവൻ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് എന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഡീഗ്രേഡ് ചെയ്ത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ എവിടെയോ വിശുദ്ധിക്ക് വലിയ കോട്ടം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ക്ലിയർ എക്സാമ്പിൾ ഓഫ് എ ലൈഫ് ഓഫ് എ സാൽവേഷൻ. And also the life of salvation is compensated with the promise. അതാണ് അവിടെ പറയുന്നത്, അതിൻ്റെ അന്തം നിത്യജീവൻ ആകുന്നു. 23-ാമത്തെ വാക്യത്തിൻ്റെ അവസാനവും ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. സോ നമുക്ക് ലഭിക്കുന്ന കോമ്പൻസേഷൻ എന്ന് പറയുന്നത് നിത്യജീവൻ. Paul is making a clear comparison. The life of a sin ending in death, as the wages of the sin is death. And the life of salvation ending in not in a death but in eternal life. ഒരാൾക്ക് കിട്ടിയ കോമ്പൻസേഷൻ മരണത്തിൻ്റെ അനുഭവം, നരകത്തിൻ്റെ അനുഭവം. മറ്റൊരാൾക്ക് കിട്ടിയ കോമ്പൻസേഷൻ ഇറ്റ് ഈസ് ഓഫ് എറ്റേണിറ്റി, എറ്റേണൽ ലൈഫ്. So the compensation that it brings to a person living as a slave to righteousness, നീതിക്ക് ദാസന്മാരായി തീരുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ എന്ന് പറയുന്നത് the life of purpose that is having sanctification and the life of a promise that is eternal life. എന്നാൽ പാപത്തിന് ദാസന്മാരായി ഇരിക്കുന്നവന് കിട്ടുന്ന കോമ്പൻസേഷൻ എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ലൈഫ് ഓഫ് കൈൻഡ് ഓഫ് എ വിക്കറ്റ് ലൈഫ് ആൻഡ് കൈൻഡ് ഓഫ് എ ഫലമില്ലാത്ത വേസ്റ്റഡ് ലൈഫ് ആൻഡ് എ കൈൻഡ് ഓഫ് എ wretched ലൈഫ് വെയർ ഇറ്റ് എൻഡ്സ് ഇൻ ഡെത്ത്, എറ്റേണൽ ഡെത്ത്. പൗലോസിൻ്റെ വാക്കുകൾ വളരെ വ്യക്തവും കൃത്യവുമായിട്ടാണ് ഓർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. സ്ലേവ്സ്, ആർ യു സ്ലേവ്? യെസ്, ചോദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, വി ആർ സ്ലേവ്. ബട്ട് ടു വിച്ച് മാസ്റ്റർ? ആർക്കാണ് നമ്മൾ അടിമകളായിരിക്കുന്നത്?
പാപത്തിന് വേണ്ടിയാണോ അടിമകളാക്കപ്പെട്ടത്? അല്ല, നമ്മൾ നീതിക്ക് ദാസന്മാരായി, നീതിക്കടിമകളായി, കർത്താവിനടിമകളായി, ദൈവത്തിനടിമകളായി. കർത്താവാണ് നമ്മുടെ മാസ്റ്റർ. അവൻ്റെ ശക്തിക്ക് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. അവൻ്റെ ആ ആജ്ഞയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഇവിടെ എൻ്റെ ഇഷ്ടമല്ല. ഒരു 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 സെർവൻറ്റിൻ്റെ ഒരു സ്ലേവിൻ്റെ അനുഭവം എന്താണ്? തനിക്കൊന്നും തൻ്റെ കാര്യപരിപാടി നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം കൂടി ഈ രാത്രി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു അടിമയ്ക്ക് അല്ലെങ്കിൽ ദാസൻ ഒരിക്കലും തൻ്റെ ഇഷ്ടമല്ല അവിടെ നടക്കുന്നത്. We are always yielding to the power of the Lord. We are always yielding to the work of Holy Spirit. പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനായി എന്നെ തന്നെ വിധേയപ്പെടുത്തുക. As a slave, I don't have any option. ഒരു അടിമ എന്ന നിലയിൽ എനിക്ക് യാതൊരു അവസരവുമില്ല. I cannot say this is what should be. But I should always yield to the very guidance of Holy Spirit. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, അതാണ് ദാസൻ ചെയ്യേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളുടെ ചിന്തയല്ല നമ്മെ ഡ്രൈവ് ചെയ്യേണ്ടത്. ബിക്കോസ് വി ആർ നോട്ട് ദി മാസ്റ്റേഴ്സ്, വി ആർ ദി സെർവൻസ് ഓഫ് ദ ഗ്രേറ്റ് മാസ്റ്റർ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട്, കർത്താവെ, ഐ ആം ജസ്റ്റ് യുവർ സെർവൻറ്റ്, എന്നെ നീ ഉപയോഗിക്കണമേ. ഓർ എൽസ് യു ജസ്റ്റ് ടെൽ മീ വാട്ട് ഷുഡ് ഐ ഡു, ബിക്കോസ് ഐ ആം യുവർ സ്ലേവ്. ഈ രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. എത്ര പേർക്ക് തങ്ങളെ തന്നെ ഈ രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയും? നമ്മുടെ ആത്മാവിൻ്റെ ഒരു വീണ്ടെടുപ്പ് നമ്മളിൽ സംഭവിച്ചിരിക്കുകയാണ്. നമുക്ക് ദൈവ